ഹായ് ഹലോ. അപ്പം നമ്മൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പെരുന്നാളല്ലേ, അപ്പോൾ നമുക്ക് ബിരിയാണി ഇല്ലാതെ എന്ത് പെരുന്നാളല്ലേ. അപ്പോൾ ഇന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ ബിരിയാണിക്കുള്ള ഉള്ളി അരിയാണ് കേട്ടോ. ഇതാ അരിയണാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. ഇത് എത്ര കിലോ ചിക്കൻ? 2 കിലോ. 2 കിലോ ചിക്കൻ. അരിയോ? അരി 1.5 കിലോ. 1.5 കിലോ അരിയാണ് കേട്ടോ വയ്ക്കണത്. അതോടെ ഇരിക്കുന്നുട്ടാ ബിരിയാണി ഉണ്ടാക്കാൻ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ചിക്കൻ ഇന്നലെ നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും കോൺഫ്ലോറും ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ചിക്കൻ പൊരിച്ചിട്ടല്ലേ ഉണ്ടാക്കണത്? ചിക്കൻ പൊരിച്ചിട്ട് അപ്പം ഇന്ന് ചിക്കൻ പൊരിച്ചിട്ടാണ്. ഏതായാലും ഉണ്ടാക്കല്ലേ, അപ്പം നമുക്ക് റിച്ച് ആയിട്ട് ഉണ്ടാക്കാം. പെരുന്നാളൊക്കെ അല്ലേ, പെരുന്നാളായിട്ട് ബിരിയാണി ഇല്ലാതെ ശരിയാവില്ലല്ലോ. ബിരിയാണി ഇല്ലാതെ പെരുന്നാളല്ലേ നമുക്ക്. ആദ്യം ഇതോടെ മാഗി കഴിക്കാണ് കേട്ടോ. അതെന്താ കഴിക്കണേ? മാഗി. കുട്ടിയുടെ മേലെ വെക്കില്ലേ ചൂട്. അപ്പോൾ ഇതാ ചിക്കൻ വറുക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാം. ആദ്യം തന്നെ ലെഗ് പീസ് എടുക്കല്ലേ. ഇത് എനിക്കുള്ളതാണ് കേട്ടോ ഈ ലെഗ് പീസ്. ഇത് ഞാൻ കുക്ക് ചെയ്തിരിക്കുന്നു. ഒരു ലെഗ് വേണമെങ്കിൽ ആദ്യം തരാം കേട്ടോ. നല്ല പൊരിയുണ്ട്, അത്രയും പൊരിഞ്ഞാൽ മതി. നല്ല പൊരിഞ്ഞാലേ ഭയങ്കര ഹാർഡാവും. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കത് കോരി വെക്കാം. അപ്പോൾ നമ്മൾ സവാള വറുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിലിടാനുള്ള സവാള വറുത്തിട്ടുണ്ടായിരുന്നില്ല, വറുക്കാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഇനി അത് വറക്കാം കേട്ടോ. അത് വറുത്തിട്ട് ബാക്കിയുള്ള ചിക്കൻ ഫ്രൈ ചെയ്യും. അപ്പോൾ ഉള്ളി വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് വറക്കണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. അപ്പോൾ ഒരു ട്രിപ്പ് ചിക്കൻ വറുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വറക്കും. അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് തട്ടോ, അത് വറക്കണം. അണ്ടിപ്പരിപ്പും മുന്തിരി ഇതവിടെ കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ ആകെ ചളി ഉണ്ടാവും, അപ്പോൾ ഞാൻ കഴുകിയതാണ്. ഞാൻ അത് വറുത്തെടുക്കട്ടെ. അപ്പോൾ അതായത് നമ്മുടെ മസാലയിൽ ചേർക്കാനുള്ള ഗരം മസാലയാണ് കേട്ടോ. അതൊന്ന് ചൂടാക്കിയിട്ട് ഇനി പൊടിച്ചെടുക്കണം. അപ്പോൾ അതവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ഒക്കെ കൂടി ചതച്ച് വെച്ചതാണ് കേട്ടത്. ഇത് പിന്നെ നമ്മുടെ മസാലയ്ക്കുള്ള സവാള ഇടുകയാണ് കേട്ടോ. കുറച്ചും കൂടി ഇട്ടു. മസാല നല്ല വേണമല്ലോ അല്ലേ ബിരിയാണിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കറിവേപ്പില.
ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മസാലയ്ക്കുള്ള സവാള ഇടുകയാണ് കേട്ടോ. ആ കുറച്ചും കൂടി ഇട്ടു. മസാല നല്ല വേണമല്ലോ അല്ലേ ബിരിയാണിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അതൊന്ന് നന്നായി വാടട്ടെ കേട്ടോ. അപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കണം. പിന്നെ തൈര്, ഇനി അവസാനമായിട്ട് തക്കാളി, പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുഴയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ പുഴ. അപ്പോൾ നേരെ ഒരുപാട് വൈകിട്ട് ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ പുഴയിന്ന്. അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പുഴയിൽ നിന്ന് പോകണല്ലോ കേട്ടോ. നന്നായി ഇട്ടായിട്ടോ, കണ്ടില്ലേ? കുറേ നേരം വെള്ളത്തിലൊക്കെ നീന്തി കളിച്ച്